നക്സലുകൾക്ക് അന്ത്യശാസനം നൽകി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ആയുധങ്ങൾ താഴെ വെക്കൂ, കീഴടങ്ങൂ, മുഖ്യധാരയിലേക്ക് വരൂ, നിങ്ങളുടെ പുനരധിവാസം ഞങ്ങൾ നോക്കും. അമിത്ഷാ പറഞ്ഞ വാക്കുകളാണിത്. അതായത് ആയുധങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് മുഖ്യധാരയിലേക്ക് കടന്നു വരാൻ നക്സലുകൾ തയ്യാറാകണമെന്നും അദ്ദേഹം വീണ്ടും അഭ്യർത്ഥന നടത്തി. മടങ്ങി വരാൻ തയ്യാറാകുന്ന ഓരോ നക്സലിന്റെയും പുനരധിവാസം ഉറപ്പുവരുത്തുക എന്നത് സർക്കാരിന്റെ കടമയാണ് എന്നും അമിത്ഷാ വ്യക്തമാക്കി. ഛത്തീസ്ഗഡിലെ ബസന്തറിൽ നടന്ന ചടങ്ങിലായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങൾ പരാമർശിച്ചത്. നക്സൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങൾ മുന്നോട്ട് വരണം, ആയുധങ്ങൾ ഉപേക്ഷിക്കണം, കീഴടങ്ങണം, മുഖ്യധാരയുടെ ഭാഗമാകണം. നിങ്ങളുടെ പുനരധിവാസം ഞങ്ങളുടെ കടമയാണ് എന്നാണ് അമിത്ഷാ പറഞ്ഞത്. കീഴടങ്ങുന്ന നക്സലുകൾക്ക് മികച്ച പാക്കേജുകളാണ് സംസ്ഥാന സർക്കാരുകൾ നൽകുന്നത്. അത് നിങ്ങൾ വിനിയോഗിക്കണമെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു. 2026 മാർച്ചോടെ ഈ രാജ്യം മാവോയിസ്റ്റ് മുക്തമാക്കുക എന്നതാണ് ലക്ഷ്യമെന്നും കേന്ദ്രമന്ത്രി ആവർത്തിച്ചു പറഞ്ഞു. ഛത്തീസ്ഗഡിൽ നക്സലിസത്തിന്റെ ഭീഷണി ഇല്ലാതാക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധരാണ്. ഇവിടെ നക്സൽ മുക്തമാകുമ്പോൾ ഈ രാജ്യം മുഴുവൻ നക്സലിസത്തിൽ നിന്നും രക്ഷ നേടും. ഛത്തീസ്ഗഡിൽ നിന്നും നക്സലിസം തുടച്ചു നീക്കുന്നതിനായി നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാം. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഛത്തീസ്ഗഡ് പോലീസും സംയുക്തമായി ഈ ലക്ഷ്യം നിറവേറ്റാൻ പ്രയത്നിക്കുമെന്നും അമിത്ഷാ പറഞ്ഞു. അതേസമയം നക്സലുകൾ ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘകരാണ് എന്നും അവരെ പ്രതിരോധിക്കുകയല്ല, കടന്നാക്രമിക്കുകയാണ് സുരക്ഷാ സേന ചെയ്യുന്നതെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞിരുന്നു. ഛത്തീസ്ഗഡിൽ സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ 30 മാവോവാദികളെ കൊലപ്പെടുത്തിയ സംഭവം ചൂണ്ടിക്കാട്ടിയാണ് പരാമർശം. മെച്ചപ്പെട്ട സുരക്ഷാ സാഹചര്യം മേഖലയിൽ വോട്ടിംഗ് ശതമാനം 70% വരെ ഉയർത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഈ മേഖലയിൽ നേരത്തെ പോളിംഗ് ശതമാനം 0 അദ്ദേഹം പറഞ്ഞു. ഛത്തീസ്ഗഡിലെ വനങ്ങളിൽ സുരക്ഷാ സേന മാവോവാദികളെ വധിച്ചതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് മാവോവാദി വിരുദ്ധ പ്രവർത്തനങ്ങളും മേഖലയിൽ നടപ്പിലാക്കിയ വികസന സംരംഭങ്ങളും ചർച്ച ചെയ്ത് നിർണായക യോഗം നടത്തിയത്. നേരത്തെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് പകരം സുരക്ഷാ സേന ഇപ്പോൾ ആക്രമണ പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്നും ഷാ പറഞ്ഞു. വികസനത്തിനുള്ള ഏറ്റവും വലിയ തടസ്സം മാവോവാദികളാണ് എന്നും വിശേഷിപ്പിച്ച അദ്ദേഹം 8 കോടിയിലധികം ജനങ്ങളുടെ വികസനവും അടിസ്ഥാന ക്ഷേമ അവസരങ്ങളും നഷ്ടപ്പെടുത്തുന്ന ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘകരാണ് മാവോവാദികളെന്നും പറഞ്ഞു. ഛത്തീസ്ഗഡിൽ മാത്രം ഈ വർഷം സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട മാവോവാദികളുടെ എണ്ണം 185 പിന്നിട്ടിരിക്കുകയാണ്. നക്സലുകളെ സമാധാന പാതയിലേക്ക് കൊണ്ടുവരാൻ 2020 ജൂണിൽ വീട്ടിലേക്ക് മടങ്ങുക ക്യാമ്പയിൻ ആരംഭിച്ചതിനു ശേഷം 872 മാവോവാദികൾ കീഴടങ്ങിയിട്ടുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം ഛത്തീസ്ഗഡിലെ ബിജാപൂരിൽ നക്സലുകൾ BJP പ്രവർത്തകരെ കൊലപ്പെടുത്തി എന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു. പോലീസിന് വിവരം കൈമാറിയെന്ന് ആരോപിച്ചാണ് 35-കാരനായ BJP പ്രവർത്തകനെ കൊലപ്പെടുത്തിയത്. കഴിഞ്ഞ 7 ദിവസത്തിനിടെ ജില്ലയിൽ നക്സലുകൾ നടത്തുന്ന 5ാമത്തെ കൊലപാതകമായിരുന്നു അത്. ചൊവ്വാഴ്ച രാത്രി ഫർസേഗഡ് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള സോമൻപള്ളി ഗ്രാമത്തിലെ കുടിയ മാഡോ എന്നയാളെയാണ് ഇവർ കൊലപ്പെടുത്തിയത്. ഒരു സംഘം നക്സലൈറ്റുകൾ മാഡോയുടെ വീട്ടിലേക്ക് ഇരച്ചെത്തുകയും പുറത്തുനിന്ന് അദ്ദേഹത്തെ വലിച്ചിഴച്ചു കൊണ്ടുപോവുകയും പിന്നീട് അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. സംഭവ സ്ഥലത്ത് നിന്നും കണ്ടെത്തിയ ലഘുലേഖയിൽ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തം മാവോയിസ്റ്റുകളുടെ നാഷണൽ പാർക്ക് ഏരിയ കമ്മിറ്റി ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.